പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഐടിയുമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട 2-3 ക്ലാസ്സുകൾ നോക്കിയിരുന്നു. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിനോടൊപ്പം തന്നെ റിലേറ്റഡ് ഫാക്ട്സും നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇനി വരുന്ന എല്ലാ എക്സാമിനേഷനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് വിച്ച് ഓഫ് ദ ഫ്ലോവിംഗ് ഈസ് എ പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺഡ് ബൈ ആപ്പിൾ എന്നാണ്. ആപ്പിളിന്റെ ഉടമസ്ഥതയിലുള്ള പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എ ഫെഡോറ ലിനക്സ്, ഓപ്ഷൻ ബി ഉബുണ്ടു, ഓപ്ഷൻ സി മാക് OS, ഓപ്ഷൻ ഡി ഫ്രീ BSD. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം മാക് OS ആണ് അല്ലെ. മാക് എന്ന് പറയുന്നതെല്ലാം ഐഫോൺ അല്ലെങ്കിൽ ആപ്പിളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ആപ്പിളിന്റെ ഉടമസ്ഥതയിലുള്ള പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS എന്ന് പറയുന്നത്. മുമ്പ് മാക് OS X എന്നീ പേരുകളിലായിരുന്നു ഈ മാക് OS അറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് മാക് OS X എന്നീ പേരുകളിലാണ് ഈ മാക് OS അറിയപ്പെട്ടിരുന്നത്. അതായത് മാക്കിൻടോഷ് അല്ലെ, മാക്കിൻടോഷ് കമ്പ്യൂട്ടറുകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതൊരു പ്രൊപ്രൈറ്ററി, അതാണ് അവിടെ പറയുന്നത്, പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേര് അറിയപ്പെടും, അങ്ങനെയും ചോദിക്കാം, ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ. എന്താണ് ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ? അതായത് അതിന്റെ സോഴ്സ് കോഡ് ഇവിടെ ഈ മാക് OS അല്ലെങ്കിൽ ക്ലോസ്ഡ് സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിന്റെ സോഴ്സ് കോഡ് ആപ്പിളിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. നമുക്കറിയാം ഐഫോണുകൾക്കായി ഇത് ഉപയോഗിക്കാറുണ്ട്, മാക് OS ഉപയോഗിക്കുന്ന iOS അല്ലെ. ഐപാഡുകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള, അതുപോലെ വാച്ച് OS ആപ്പിൾ വാച്ചുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. TV OS ഉണ്ട്, ആപ്പിൾ ടിവികൾക്കായി ഉപയോഗിക്കുന്നത്. അല്ലെ വിഷൻ OS ഉണ്ട്, ആപ്പിൾ വിഷൻ പ്രോ ഹെഡ്സെറ്റുകൾക്കായി ഉപയോഗിക്കുന്ന OS ആണ്. ഇതിന്റെ പ്രധാന സവിശേഷതകൾ കൂടി അറിഞ്ഞിരിക്കണം. ഈ മാക് OSന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ യുണിക്സ് സിസ്റ്റം ഉണ്ടല്ലോ, ആ യുണിക്സ് സിസ്റ്റത്തിലൂടെ വികസിപ്പിച്ചെടുത്ത അടിത്തറയാണ് ഇതിനുള്ളത്, മാക് OSനുള്ളത്. ഇത് സിസ്റ്റത്തിന്റെ ഉയർന്ന സുരക്ഷയും സ്ഥിരതയൊക്കെ നൽകുന്നുണ്ട്. ആപ്പിളിന്റെ സ്വന്തം ഹാർഡ്വെയറുകളിൽ മാത്രം പ്രവർത്തിക്കാൻ പാകത്തിലാണ് ഈ സിസ്റ്റങ്ങൾ ഏതാണ് മാക് OS നിർമ്മിച്ചിരിക്കുന്നത്. മാക് OSന്റെ കാതലായ ഭാഗം അതായത് കേണൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കേണല് ഡാർവിൻ എന്ന ഓപ്പൺ സോഴ്സ് സിസ്റ്റത്തെ, ഓർത്തിരിക്കണം, എക്സാം ഒരു പക്ഷെ ചോദിക്കാം, മാക് OSന്റെ കാതലായ ഭാഗം അതായത് കേണല് ഏത് ഓപ്പൺ സോഴ്സ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാർവിൻ എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മാക് OSന്റെ കേണൽ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്താണ് ഈ പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് മാക് OS ആപ്പിളിന്റെ ആണെന്ന് അറിയാം. അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലേ, ഒരു കമ്പനിയോ വ്യക്തിയോ നിയമപരമായി ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പനിയോ വ്യക്തിയോ നിയമപരമായി ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയാണ് എന്ത് പറയുന്നത്? പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായല്ല? പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയോ വ്യക്തിയോ നിയമപരമായി ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിന്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് ലഭ്യമായിരിക്കില്ല അല്ലേ. അതിനാൽ ഉപയോക്താക്കൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താനോ മറ്റുള്ളവർക്ക് കൈമാറാനോ ഒന്നും അനുവാദമില്ല അല്ലേ. അപ്പോൾ നമുക്ക് അതിനൊരു ഉദാഹരണമാണ് മാക് OS എന്നറിയാം. എന്നാൽ നോക്കിയേ, ഫെഡോറ ലിനക്സ്, ഉബുണ്ടു ഇവയൊക്കെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ OS ആണ് അല്ലേ, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ എന്താണ്? ഓപ്പൺ സോഴ്സ് ആണ്. ഇവയൊക്കെ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് ഫെഡോറ ലിനക്സും ഉബുണ്ടു ഒക്കെ. എന്താണ് ഈ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത? അപ്പൊ ഇതിന്റെ സോഴ്സ് കോഡ് ആർക്കും കാണാനും അതുപോലെ തന്നെ പരിശോധിക്കാനും തിരുത്താനും വീണ്ടും വിതരണം ചെയ്യാനുമൊക്കെ അനുവാദം നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കറിയാം, സാധാരണയായി നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോഗിക്കാറുണ്ട്, ആപ്പിൾ iOS ഒക്കെ. ഇതൊക്കെ ക്ലോസ്ഡ് സോഴ്സ് ആണ്. അതായത് അവയുടെ നിർമ്മാണ രഹസ്യങ്ങളോ അല്ലെ കോഡോ ഒന്നും മറ്റുള്ളവർക്ക് തിരുത്താനോ ഒന്നും പറ്റില്ല. എന്നാൽ നമുക്ക് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് ഉദാഹരണമാണ് ഫെഡോറ ലിനക്സ്, ഉബുണ്ടു എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ആൻഡ്രോയിഡ്
ഈ ഫ്രീ ബി എസ് ഡി, ഓപ്ഷൻ ഡി അല്ലെ, ഫ്രീ ബി എസ് ഡി സെർവറുകളിലും നെറ്റ്വർക്കുകളിലും ഉപകരണങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു OS ആണ് ഫ്രീ ബി എസ് ഡി എന്ന് പറയുന്നത്. അത് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് ഫ്രീ ബി എസ് ഡി. ഇതിൽ 3 ഫെഡോറ, ലിനക്സ്, ഉബുണ്ടുവും ഫ്രീ ബി എസ് ഡിയും ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. നമുക്ക് ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആണ് OS ആയിട്ടുള്ള ഉബുണ്ടു അല്ലെ. അതുപോലെ ലിനക്സിന്റെ മിന്റ്, ഫെഡോറ, ഡെബിയൻ ഇവയൊക്കെ പലതരത്തിലുള്ള പതിപ്പുകളാണ് ലിനക്സിന്റെ പതിപ്പ്. അതുപോലെ നമ്മൾ ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമാണ്. ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മിക്ക സ്മാർട്ട് ഫോണുകളിലും പ്രവർത്തിക്കുന്നതെന്ന് അറിയാം. അതേപോലെ തന്നെ ഫ്രീ ബി എസ് ഡി സെർവറുകളിലും നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ശക്തമായ സുരക്ഷയുള്ള OS ആണ് ഇത് ഫ്രീ ബി എസ് ഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്രീ ഡോസ് ഉണ്ട്. പഴയകാലത്ത് നമുക്ക് MS DOS അറിയാമല്ലോ. ആ സിസ്റ്റത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന ഓപ്പൺ സോഴ്സിന്റെ പതിപ്പാണ് ഫ്രീ ഡോസ് എന്ന് പറയുന്നത്. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചിട്ടല്ലേ. ഇനി അതേപോലെ റിയാക്ട് OS ഉണ്ട്. വിൻഡോസ് ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത ഒരു സിസ്റ്റമാണ് റിയാക്ട് OS എന്ന് പറയുന്നത്. ഇതും ഓപ്പൺ സോഴ്സ് ആണ്. എന്താണ് ഈ ഓപ്പൺ സോഴ്സ് ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന ഗുണങ്ങൾ? നമുക്കറിയാം, ഭൂരിഭാഗം ഓപ്പൺ സോഴ്സ് OSകളും സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ സുരക്ഷ, സോഴ്സ് കോഡ് എല്ലാവർക്കും ലഭ്യമായതിനാൽ തകരാറുകൾ, അതായത് ബഗ്സ് കണ്ടെത്താനും പരിഹരിക്കാനും ലോകമെമ്പാടുമുള്ള ഡെവലപ്പർമാർക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് സിസ്റ്റത്തിൽ മാറ്റം വരുത്താനൊക്കെ സഹായിക്കും. ഇതെല്ലാം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതയാണ് അല്ലേ. ഓക്കെ അല്ലേ. ഇനി നോക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ദ എക്സ്പാൻഷൻ ഓഫ് ബയോസ്. എന്താണ് ഈ ബയോസിന്റെ എക്സ്പാൻഷൻ? നമുക്കറിയാം, സിമ്പിളായിട്ട് അറിയാം, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ്. ബേസിക് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സിസ്റ്റം എന്നുള്ളതാണ് ബയോസിന്റെ പൂർണ്ണരൂപം അല്ലെ. ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ അതിൽ ആദ്യം പ്രവർത്തിക്കുന്ന പ്രോഗ്രാമാണ് ഈ ബയോസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ആദ്യം പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ഏതാണ്? ബയോസ് ആണ് അല്ലെ. മദർ ബോർഡിലെ ഒരു ചെറിയ ചിപ്പിലാണ്, അതായത് റോം ഓർ ഫ്ലാഷ് മെമ്മറിയിലാണ് ഏത് സൂക്ഷിച്ചിരിക്കുന്ന ബയോസ് സൂക്ഷിച്ചിരിക്കുന്നത്. മദർ ബോർഡിലെ ഒരു ചെറിയ ചിപ്പിലാണ്, റോമിൽ അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറിയിൽ. ബയോസിന്റെ പ്രധാന ചുമതലകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിന് അതൊക്കെ ചോദിക്കാറുണ്ട്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, നിങ്ങൾ പോസ്റ്റ് എന്ന് കേട്ടില്ലേ, POST, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ കീബോർഡ്, RAM, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് തുടങ്ങിയ ഹാർഡ്വെയറുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുന്നതാണ് പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. അതേപോലെ തന്നെ ബൂട്ടിംഗ് പ്രക്രിയ നിങ്ങൾക്കറിയാം. ഹാർഡ് ഡിസ്കിലോ മറ്റ് സ്റ്റോറേജ് ഡിവൈസുകളിലോ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എന്ത് ചെയ്യാം, ഉദാഹരണം നമുക്ക് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യും, റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അല്ലെ. ആ ബൂട്ടിങ്ങും ബയോസിന്റെ ചുമതലകൾ പെടുന്നവയാണ്. ഹാർഡ് ഡിസ്കിലോ മറ്റ് സ്റ്റോറേജ് ഡിവൈസുകളിലോ ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ, ഉദാഹരണത്തിന് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ്, അവയെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, റാമിലേക്ക് ലോഡ് ചെയ്യുന്നതാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഹാർഡ്വെയർ കോൺഫിഗറേഷൻ, അതുപോലെ തന്നെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ഉപയോഗിക്കും. സിസ്റ്റം, സമയം, തീയതി, ബൂട്ട്, മുൻഗണന, അതായത് ബൂട്ടിന്റെ പ്രയോറിറ്റി തുടങ്ങിയ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നതും ഏതാണ്? ബയോസ് ആണ്. ഹാർഡ്വെയർ കോൺഫിഗറേഷനെ സഹായിക്കുന്നതും ഏതാണ്? ബയോസ് ആണ്. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ ബയോസിനെ കുറിച്ച് ഒരു ഏകദേശ രൂപം പിടികിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ OS ഫ്രം ഹാർഡ് ഡിസ്ക് ടു റാം. നമുക്കറിയാം, എന്താണ് OSൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക്, ഹാർഡ് ഡിസ്കിൽ നിന്ന് OSനെ, എ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ OS ഫ്രം ഹാർഡ് ഡിസ്ക് ടു റാം. അതായത് ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് OSനെ ലോഡ് ചെയ്യുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് OSനെ, അതായത് ഹാർഡ് ഡിസ്കിലാണല്ലോ എന്തുള്ളത്? OS ഉള്ളത്. ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് OSനെ ലോഡ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് എന്ത് പേര് പറയും? ബൂട്ടിംഗ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൂട്ടിംഗ് എന്താണെന്ന് നമുക്കറിയാം. നോർമലി നമ്മൾ എന്ത് പറയാറുണ്ട്? കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അവ പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ
അവ പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ്. അതായത് ഉപകരണം ഓൺ ചെയ്യുമ്പോൾ സെക്കൻഡറി സ്റ്റോറേജിൽ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എന്ത് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഉപകരണം ഓൺ ചെയ്യുമ്പോൾ സെക്കൻഡറി സ്റ്റോറേജ്, അത് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD ആവാം, അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ എവിടേക്ക് ലോഡ് ചെയ്യും, റാമിലേക്ക്, റാൻഡം ആക്സസിലേക്ക്, റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക്, വോളറ്റൈൽ മെമ്മറിയിലേക്ക്. അതായത് പവർ ഓഫ് ആവുമ്പോൾ നഷ്ടപ്പെടുന്ന മെമ്മറിയാണല്ലോ എന്ത്, വോളറ്റൈൽ മെമ്മറി. അതിന് ഉദാഹരണമാണ് റാം. അപ്പോൾ ആ റാമിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രക്രിയയാണ് ഏത്, ബൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൂട്ടിങ്ങിലെ പ്രധാന ഘട്ടങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കും. ഒന്ന് പവർ ഓൺ ആണ്, വൈദ്യുതി പ്രവാഹം ആരംഭിക്കുമ്പോൾ എന്ത് ചെയ്യും, മദർ ബോർഡ് പ്രവർത്തിക്കുന്നു. ദെൻ രണ്ടാമത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, നമ്മൾ പറഞ്ഞു പോസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തിലെ ഹാർഡ്വെയറുകൾ, അതേപോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറി, CPU, കീബോർഡ് തുടങ്ങിയ ഇതാണ് സിസ്റ്റത്തിലെ ഹാർഡ്വെയറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഈ പവർ ഓൺ സെൽഫ് ടെസ്റ്റിന്റെ ടൈമിലാണ്, പോസ്റ്റ് ടൈമിലാണ്. അതേപോലെ തന്നെ ബയോസ് അല്ലെങ്കിൽ UEFI അതായത് സിസ്റ്റം ഫേംവെയറുകൾ സജീവമാക്കുകയും ബൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നത് ബൂട്ടിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അതുപോലെ തന്നെ ബൂട്ട് ലോഡർ ഉണ്ട്. സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ബൂട്ട് ലോഡർ ആണ് റാമിലേക്ക് മാറ്റുന്നത്. ഓർത്തിരിക്കണം, ബൂട്ടിങ്ങിന്റെ ടൈമിൽ ബൂട്ട് ലോഡർ ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോറേജ് ഡിവൈസ്, അതായത് ഇവിടെ SSD ആവാം, അതല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ആവാം, അവയിൽ നിന്ന് എന്ത് ചെയ്യും, സ്റ്റോറേജ് ഡിവൈസിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കണ്ടെത്തി റാമിലേക്ക് മാറ്റുന്നതാണ് ബൂട്ട് ലോഡർ. അതുപോലെ തന്നെ OS ആക്ടിവേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പൂർണ്ണമായി ലോഡ് ആകുകയും യൂസർ ഇന്റർഫേസ് തെളിയുകയും ചെയ്യുന്നു. ഈ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ്. OS ആക്ടിവേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായി ലോഡ് ആകുകയും യൂസർ ഇന്റർഫേസ് ആയ ഡെസ്ക്ടോപ്പിലേക്ക്, അതാണല്ലോ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്, യൂസർ വർക്ക് ചെയ്യുന്ന അവിടെയാണല്ലോ, ആ യൂസർ ഇന്റർഫേസിലേക്ക് എത്തപ്പെടുക. ഇതൊക്കെ നിർവഹിക്കുന്നത് ഏതിന്റെ പ്രക്രിയയാണ്, ബൂട്ടിങ്ങിലെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇനി ഈ ബൂട്ടിങ് തന്നെ രണ്ട് തരത്തിലുണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കണം. എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, കോൾഡ് ബൂട്ടിങ്ങും വാം ബൂട്ടിങ്. കമ്പ്യൂട്ടർ പൂർണ്ണമായി ഓഫായ അവസ്ഥയിൽ നിന്ന് സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതാണ് കോൾഡ് ബൂട്ടിങ്. ഓർത്തിരിക്കണം, നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടൊക്കെ പോയി അടുത്ത ദിവസം വന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ പൂർണ്ണമായി ഓഫായ അവസ്ഥയിൽ നിന്നായാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന രീതി. അതിനെയാണ് എന്ത് പറയുന്നത്, കോൾഡ് ബൂട്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ വാം ബൂട്ടിങ് ഉണ്ട്. കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാതെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലേ, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാറില്ല ചില സമയത്ത്, അറിയാമല്ലോ. ഇതിനെയാണ് സോഫ്റ്റ് ബൂട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബൂട്ടിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നൊരു 3 ക്വസ്റ്റ്യൻസേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരിശ്രമിക്കുക. നമുക്ക് റിസൾട്ട് നേടിയെടുക്കണം. നല്ലൊരു ഭാവി എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.